Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ തമ്പനയിൽ കണ്ട ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈ പ്രഗ്നൻസി സ്റ്റോറി. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ പ്രഗ്നൻസി സ്റ്റോറി പറയുന്നതിന് മുൻപ് എനിക്ക് ഇതിൻ്റെ മുന്നേ കഴിഞ്ഞു പോയ 2 സിനാരിയോ പറയാനുണ്ടാകും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ 3rd പ്രഗ്നൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി 3 പ്രാവശ്യം കൺസീവ് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തവണ ഞാൻ കൺസീവ് ആവുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് 8ാം മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 8ാം മാസത്തിലാണ് ഞാൻ കൺസീവ് ആവുന്നത്. അന്ന് ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോബും കാര്യങ്ങളൊക്കെ പിന്നീട് വേറെ വീഡിയോയിലൊക്കെ ഞാൻ പറയാം. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് മന്ത് കഴിഞ്ഞു, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഫോർത്ത് മന്ത് കഴിഞ്ഞങ്ങ് തുടങ്ങുമ്പം എനിക്ക് നമ്മുടെ അബ്ഡോമനിൽ സെൻട്രലായിട്ട് ചെറുതായിട്ട് നമുക്കൊരു സൂചി കുത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വേദന ഉണ്ടായി, ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് ഇടയ്ക്കൊരു വേദന വന്നു പോകും. അപ്പം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അത് ഉണ്ടാവില്ല. കാരണം അത്രയും ഹെവി ആയിട്ടൊന്നും എനിക്ക് പെയിൻ ഇല്ല. അത് ഇന്ന് കഴിഞ്ഞു, നാളെ കഴിഞ്ഞു, 2ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ എനിക്ക് അത് ആ ഒരു സ്ട്രോങ്, ആ സൂചി കുത്തുന്ന പോലുള്ള വേദന സ്ട്രോങ് ആയി വന്നു. അങ്ങനെ എൻ്റെ സിസ്റ്റർ ഇല്ലോനോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കും. അപ്പോൾ രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ട്, നീ ഇങ്ങനെ പോയേക്ക്, നാളത്തേക്ക് വെക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ പറഞ്ഞു വാട്ടർ ബ്ലോക്ക്, അതായത് കുറച്ച് വെള്ളം പോയിട്ടുണ്ട്, അതുകൊണ്ട് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, അത് കഴിഞ്ഞു. ഡെലിവറി ആയി. അത് കഴിഞ്ഞതിന് ശേഷം അവർ DNC വേണമെന്ന് പറഞ്ഞു, അത് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ അവിടുന്ന് ചെന്നൈയിൽ നിന്നായിരുന്നു അത് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് ഒരു 3-4 ഡേയ്സ് ആയപ്പോൾ ഞാൻ നാട്ടിലോട്ട്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഉമ്മയുണ്ടായിരുന്നു, അവരുടെ കൂടെ നാട്ടിലോട്ട് ഇങ്ങോട്ട് പോന്നു. അവരിതൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഹസ്ബൻഡ് ആ സമയത്ത് ലഡാക്കിലായിരുന്നു. സെക്കൻഡ് ടൈം പ്രഗ്നൻസി എനിക്കത് കഴിഞ്ഞ് ഒരു 90 ഡേയ്സ് എൻ്റെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നായിരുന്നു. ആ ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി കിട്ടിയത്, ഡയറക്റ്റായിട്ട് കിട്ടിയത്, പേപ്പറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഒരു ബേബി വേണം, ഒരു പെട്ടെന്ന് കാരണം എനിക്ക് തോന്നി ആ ടൈമിൽ ഞാൻ ചെന്നൈയിൽ നിന്നതുകൊണ്ടായിരിക്കുമോ, എൻ്റെ അശ്രദ്ധ ആയിരിക്കുമോ എന്നൊരു തോട്ട് എനിക്ക് ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് പിന്നെ അത്രയും എന്നെ മെൻ്റലി അത് കുറച്ച് സിക്കായി എന്നല്ലാതെ എന്നെ അതൊരു ഓവർകം ചെയ്ത് വരാൻ പറ്റാത്ത അത്രയും എന്നെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു, ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ എനിക്ക് മെൻ്റലി ഞാനത് അപ്സെറ്റ് ആയിരുന്നു. ഞാൻ ചെന്നൈയിൽ നിൽക്കേണ്ടിയിരുന്നില്ല, നാട്ടിലോട്ട് വരായിരുന്നു എന്നൊരു തോട്ട് എനിക്ക് അപ്പം ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് പ്രഗ്നൻസി ആവുന്നതിൻ്റെ മുന്നേ പറയുകയാണെങ്കിൽ 90 ഡേയ്സ് റെസ്റ്റോ കഴിഞ്ഞു. എനിക്കിങ്ങനെ സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് 90-100 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്കതൊക്കെ നോർമലായി. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങോട്ട് ലഡാക്കിലോട്ട് പോയി. പക്ഷെ എനിക്ക് പിന്നെ അങ്ങോട്ട് 2 മാസമായിട്ടും പീരീഡ്സ് ആയില്ല. ഞാൻ ഒരുപാട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കതിലൊന്നും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല. ശരി, ലെറ്റ് സി, കാരണം എനിക്ക് കറക്റ്റ് 30 ഡേയ്സ് സൈക്കിൾ പീരീഡ്സ് ആവുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മുമ്പത്തെ എന്തെങ്കിലും, ഇപ്പോൾ ഈ DNC ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുമ്പത്തെ എന്തെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സ്കാനിങ് ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ കണ്ടത് ഒരു ഓവേറിയൻ സിസ്റ്റ് 4.8-4.4 സെൻറ്റിമീറ്റർ, ഏകദേശം സൈസ് അത്രയായിരുന്നു. അതിൻ്റെ റൈറ്റ് ഓവറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ആ സമയത്ത് ഓവറായിട്ട് വെയിറ്റ് കൂടിയോ എന്നുള്ള ഒരു ഡോക്ടർക്ക് തന്നെ സംശയമായിരുന്നു. ഞാനങ്ങനെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളായിരുന്നു. ശരി, ഓക്കെ, ഞാൻ നല്ലപോലെ എക്സസൈസ്, നല്ലപോലെ ഫുഡ് കൺട്രോൾ ചെയ്ത്, നല്ലപോലെ വാക്കിങ്, എക്സസൈസ്, എൻ്റെ വെയിറ്റോ കുറച്ച് നോർമലായപ്പം എനിക്കൊരു 2 മന്തിൽ തന്നെ ഞാനത് റെഡി ആയിട്ട് വന്നു. 3rd മന്തിൽ ഞാൻ പ്രഗ്നൻറ്റുമായി. അങ്ങനെ കൺസീവായി. സെക്കൻഡ് ടൈം ഞാൻ കൺസീവ് ആയ ഉടനെ ഞാൻ നാട്ടിലോട്ട് വേഗം അങ്ങ് പോകുന്നു. ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ നാട്ടിലോട്ട് പോകുന്നു. കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയായിരുന്നു. ഒന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ഇനി റെസ്റ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ ഇനിയൊരു ടെൻഷൻ കൂടെ എനിക്ക് താങ്ങാൻ പറ്റുമായിരുന്നില്ല. ഫസ്റ്റത്തെ പോലെ ഇനി എനിക്ക് വരരുത്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് എന്നുള്ളൊരിത് കാരണം ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തു. അങ്ങനെ ആ ടൈമിൽ, സെക്കൻഡ് പ്രഗ്നൻസിൻ്റെ ടൈമിൽ എനിക്ക് ഇക്കതുപോലെ എൻ്റെ 4th മന്ത് പകുതിയൊക്കെ കഴിഞ്ഞു. ഇക്കതുപോലെ നാട്ടിൽ വന്നതാണ്, എന്നെ കാണാൻ വന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. ആ ടൈമിൽ അതൊക്കെ കൂടാം എന്നുള്ളൊരു തോട്ടിലൊക്കെ ആൾ വന്നതാണ്. അങ്ങനെ വന്നു.
കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. ആൾ പോകുന്ന സമയത്ത് എന്താണ് ഇതുപോലെ തന്നെയായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിലും. ആൾ ചെന്നൈയിൽ എന്നെ വന്ന് കണ്ട് ലഡാക്കിൽ റീച്ച് ആവുന്നതിൻ്റെ മുന്നെയാണ് കോൾ പോകുന്നത് ദാറ്റ് ഐ ഗോട്ട് അബോർഷൻ. എന്താണ് സെക്കൻഡും അതുപോലെ തന്നെ സിനാരിയോ ആയിരുന്നു. അതേ സമയത്ത് 17th വീക്ക് 17th വീക്കിൽ എനിക്ക് ഇതുപോലെ സംഭവിച്ചു. ആൾ ഇതുപോലെ നാട്ടിൽ നിന്ന് ലഡാക്കിലോട്ട് പോവാണ്. പോകുന്ന പാതി വഴിക്കാണ് ഇങ്ങനെ എനിക്ക് അബോർഷനായി, എനിക്ക് വെള്ളം പോയി, വാട്ടർ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുള്ളത് ആൾക്ക് ഫോൺ വരുന്നു. രണ്ടും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയായിരുന്നു സംഭവിച്ചത് കേട്ടോ. അങ്ങനെ എന്താണ് ഞാനിതുപോലെ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന അനിയത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ അടിയിൽ ഇങ്ങനെ നല്ല വലിഞ്ഞു മുറുകുന്ന നല്ല പെയിൻ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു. ആ ഇൻഫെക്ഷനിൽ എനിക്ക് യൂട്രസ് ഓപ്പൺ ആയിക്കാണ്ട് വാട്ടർ ബ്ലോക്കായി. അങ്ങനെ എനിക്ക് വാട്ടർ ബ്ലോക്ക് ആയപ്പോഴേ ഐ കൺഫേം എനിക്ക് ഈ ബേബിനെ കിട്ടൂല. പക്ഷേ എന്നെ കോട്ടക്കൽ മിംസിൽ എന്നെ കൊണ്ടുപോയി എന്താണ് അവർ പറഞ്ഞു വിൽ ട്രൈ എന്നുള്ള രീതിയിൽ നോക്കി. ബേബിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല, പക്ഷെ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ചില കേസിൽ വെള്ളം വീണ്ടും വരുന്ന കേസൊക്കെ ഉണ്ട്. അതൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ അവർ നോക്കി. അതൊന്നും എനിക്ക് പറ്റിയില്ല, എനിക്ക് വന്നില്ല. അങ്ങനെ അത് 4ാമത്തെ ദിവസം ഇതുപോലെ വേദന തന്നു, പ്രസവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ക്ലീനപ്പ് കാര്യങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഈ രണ്ടാമത്തെ എനിക്ക് പോയ സമയത്ത് എനിക്ക് സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി ഐ ടോട്ടലി അപ്സെറ്റ്. എനിക്ക് എന്താ സംഭവിക്കുന്നത്, എല്ലാ ടെസ്റ്റുകളും മിംസിലുള്ള എല്ലാ ഒരുവിധ ടെസ്റ്റുകളും എനിക്ക് ചെയ്തു. ഒന്നിലും എനിക്കൊരു കുഴപ്പമില്ല. എന്താണ് ചിലർക്ക് ഉണ്ടാകും യൂട്രസിന് ബേബി വന്നു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് യൂട്രസിന് ഇത്ര വെയിറ്റ് താങ്ങാൻ കഴിയും, ആ ഒരു വെയിറ്റിൽ അധികം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്രസ് ഓപ്പൺ ആകും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഇതൊന്നും തന്നെ എനിക്കുള്ള ഒരു ടെസ്റ്റിലും കണ്ടില്ല. അങ്ങനെ ഞാൻ തുനിഞ്ഞിറങ്ങി. ഇത് അബോർഷനായ ഒരു 10 days വരെ ഒന്നും ഞാൻ ആരോടും എനിക്ക് സംസാരിക്കാൻ പോലും എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒന്നും അത് പറഞ്ഞ് അറിയിക്കാൻ അറിയില്ല കേട്ടോ. ഫസ്റ്റത്തെ ബേബി ബോയ് ആയിരുന്നു, സെക്കൻഡ് വൺ ബേബി ഗേൾ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് പ്രസവിച്ചു. ഫസ്റ്റത്തെ എനിക്ക് ബേബിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് വൺ ഞങ്ങളുടെ ഇത് പ്രകാരം ഞങ്ങൾ കൊണ്ടുവന്ന് മറവ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഇക്കയാണ് ആ ടൈമിൽ എനിക്ക് നല്ല സപ്പോർട്ടൊക്കെ തന്നിരുന്നു. സെക്കൻഡ് ടൈം എനിക്ക് അബോർഷനായ സമയത്ത് ആൾ പറഞ്ഞിരുന്നു ഇറ്റ്സ് ഓക്കെ, നടക്കാനുള്ളത് നമുക്ക് തടഞ്ഞു നിർത്താനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും ഫെസിലിറ്റിയും മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ടും അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ വിധി തന്നെയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ വേണം. അങ്ങനെ അത് കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു 4-5 ഡോക്ടേഴ്സിൻ്റെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താണ്. അങ്ങനെ നഹാസ് ഹോസ്പിറ്റൽ പരപ്പനങ്ങാടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള സിദ്ദീഖ് ഡോക്ടർ ഒരു അഭിപ്രായം തേടി, തിരൂരങ്ങാടി ഗവൺമെൻറ് ഡോക്ടറുടെ ലിസി ഡോക്ടർ അഭിപ്രായം തേടി, മിംസിൽ. അങ്ങനെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകളുടെ സെക്കൻഡ് ഒപ്പീനിയൻ ഞാൻ എടുത്തു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും എടുത്ത തീരുമാനം, ഇനി കൺസീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞത് ഇനി സ്റ്റിച്ച് ഇടേണ്ടി വരുന്നതാണ്, സർവൈക്കൽ സ്റ്റിച്ച് ഇടേണ്ടി വരുന്നതായിരുന്നു. എൻ്റെ തീരുമാനപ്രകാരം ഞാൻ എന്ത് ചെയ്തു, ഹസ്ബൻഡും കൂടെ സപ്പോർട്ടായിരുന്നു, ആളും അത് തന്നെയായിരുന്നു പറഞ്ഞത്. ഇനി കൺസീവ് ആകുന്ന സമയത്ത് നീ ആ 4th month കഴിഞ്ഞ് 5th കടക്കുമ്പോഴാണല്ലോ അത് വരുന്നത്, അതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങ് കിടക്കാം. അപ്പോൾ ആ ഒരു 1-2 മാസം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം എന്നുള്ളൊരു ഉറപ്പിൽ ഞങ്ങൾ നിന്നു. അത് കഴിഞ്ഞ് നഹാസ് പോയ സമയത്ത്, പരപ്പനങ്ങാടി നഹാസിൽ പോയ സമയത്തും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു. അവിടുന്നും എനിക്കൊരു കുഴപ്പമില്ല, ഇനി കൺസീവ് ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ഇടാം എന്ന് മാത്രം അവിടുന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞാൻ ആ സമയത്ത് ലഡാക്കിൽ നിന്ന് കാശ്മീരിലോട്ട് ട്രാൻസ്ഫർ ഇട്ടിരുന്നു. കാശ്മീർ പോയി കുറച്ചും കൂടെ കഴിയട്ടെ, കാരണം എനിക്ക് ഇതെല്ലാം കഴിയുന്നത് ഒരു 1.5 year ഗ്യാപ്പിൽ 2 വട്ടം ഞാൻ കൺസീവും ആയി. ഈ 2 വട്ടം കൺസീവായിട്ട് എനിക്ക് ഡിയാൻസിയും ചെയ്യേണ്ട ഒരു സിനാരിയോ വന്നിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊരു റെസ്റ്റ് എൻ്റെ യൂട്രസിനോട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ അങ്ങ് കഴിയട്ടെ, 3 month കഴിഞ്ഞാൽ എനിക്ക് ട്രൈ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ അങ്ങ് കഴിഞ്ഞോട്ടെ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ പഠിച്ചോ ഞാൻ ചെന്ന് 1 month തന്നെ ഞാൻ കൺസീവായി. പക്ഷെ ധൈര്യം അല്ലെങ്കിൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടായി എന്നറിഞ്ഞ് ഞാൻ ഉണ്ടായ 2nd month കംപ്ലീറ്റ് ആയതിനു ശേഷം നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്ന് എനിക്കൊരു 3-4 days 4th day ആയപ്പോൾ തന്നെ ചെറിയ രീതിയിലൊരു സ്പോട്ടിങ് കണ്ടു. ഡയറക്റ്റ് നഹാസ് പോയി അവർ പറഞ്ഞു ഇവിടെ കിടന്നോളൂ, കാരണം അവിടെ ഒരുപാട് പേഷ്യൻസ്
അവിടെ ഈ എന്താ പറയുക, എന്നെക്കാളും ക്രിട്ടിക്കലായിട്ട് ഒരുപാട് പേര് ഇതുപോലെ വന്ന് 2, 3, 4 മാസം അവിടെ നിന്ന് പ്രസവിച്ചു പോകുന്നവരാണ് ഒരുപാടുള്ളത്. സോ ഓക്കെ, ഞാൻ നിൽക്കാം. പക്ഷെ പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ 2nd, 3rd മന്ത് കഴിഞ്ഞ് 4th മന്ത് സ്റ്റാർട്ടായപ്പം ഡോക്ടർ പറഞ്ഞു സർവൈക്കൽ സ്റ്റിച്ച് ഇടാം. പക്ഷെ ആ ടൈമിലൊന്നും ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനൊന്നും ആവശ്യം എൻ്റെ സ്കാനിങ്ങിൽ അവർക്ക് കണ്ടില്ലായിരുന്നു. എന്നാലും എൻ്റെ നിർബന്ധവും പിന്നീട് ഡോക്ടർ പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇട്ടാൽ പോരെ, 2 വീക്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4th മന്ത് എൻഡിൽ ഇട്ടാൽ പോരെ. ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സർവൈക്കൽ സ്റ്റിച്ച് ഇട്ടു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു 9 മാസത്തേക്ക് കടന്നു. ഒരു 12 ദിവസം 11 ദിവസം വരെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് എ വാർ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ഇട്ടു, കുഴപ്പമൊന്നുമില്ല. എന്നോട് പറഞ്ഞു നിൻ്റെ കാര്യങ്ങൾ നിനക്ക് തന്നെ ചെയ്യാം. ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഉമ്മ മാറി നിൽക്കും. അങ്ങനെ ഓരോരുത്തരും മാറി മാറി, കാരണം സ്റ്റിച്ചും കൂടെ ഇട്ട സ്ഥിതിക്ക് എനിക്ക് ഹെൽപ്പിന് എപ്പോഴും ഒരാൾ വേണമായിരുന്നു. അങ്ങനെ സ്റ്റിച്ചുള്ള സമയത്ത് ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. ഞാൻ വരണ്ടാന്ന് പറഞ്ഞതാണ്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി. കാരണം ആ ടൈമിലാണ് ആൾ എൻ്റെ അടുത്തോട്ട് വരില്ല. ആൾ പോകുന്ന സമയത്ത് അതൊരു കോയിൻസിഡൻ്റ് ആയിട്ട് ഇനി 3rd സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളോട് വരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ 3rd മന്തിൽ വന്നിട്ട് പോയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് സ്റ്റിച്ചിട്ടു. ബാത്റൂമിലൊക്കെ പോകും, നല്ലോണം വെള്ളം കുടിക്കുമായിരുന്നു. ഇനിയൊരു ഇൻഫെക്ഷൻ വരരുത് എന്നുള്ളൊരിതുണ്ടായിരുന്നു. വെള്ളം നല്ലോണം കുടിക്കുമായിരുന്നതായി. അങ്ങനെ ഒരു 5th മന്തിലോട്ട് എൻ്റർ ആയപ്പം ഓക്കെ എൻ്ററായി. ഇനി 5 മാസം കഴിയണം, ഇനി ഒരു 6-ാം മാസം, അങ്ങനെ ഓരോ മാസത്തിലും ഒരു വീക്ക് കഴിയണം, അടുത്ത വീക്ക് കഴിയണം, അങ്ങനെ പോയി. 5th മന്തിൽ നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു സ്കാനിങ് ചെയ്യുമല്ലോ, അനോമലി സ്കാനിങ്. ആ സ്കാനിങ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഓപ്പൺ ആവാറായിട്ടുണ്ട്, ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ ഉള്ളൂ ഓപ്പൺ ആവാമെന്ന് പറഞ്ഞു. തീർന്നു. കാരണം 6th മന്ത് സ്റ്റാർട്ടാകാൻ പോണു. ഇനി എനിക്ക്, കാരണം അത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ടും ഈ 1 സെൻറ്റിമീറ്റർ സർവൈക്കൽ സ്റ്റിച്ച് ഇട്ടിട്ട് പോലും 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ തീരെ അളയരുത്. നമുക്ക് മൂത്രത്തിന് പൈപ്പ് ഇടണം, അങ്ങനെ ഇങ്ങനെ ഇത് കഴിക്കരുത്. എന്നോട് പറഞ്ഞു ചോറ് അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, അതായത് തടി അധികം കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ കുളിക്കുന്നത് പോലും ഞാൻ 10 days once. അതുപോലെ തന്നെ തല വാഷ് ചെയ്യാറില്ല. തല വാഷ് ചെയ്യണം തന്നെ ആ കിടന്ന് വാഷ് ചെയ്യായിരുന്നു. പിന്നെ മൂത്രത്തിന് പൈപ്പ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഇനി ആ ഒരു ടൈമിൽ എന്തെങ്കിലും പറ്റിപ്പോവെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കിടന്നിട്ട് എല്ലാം ചെയ്തോളാം എന്നുള്ളത് പറഞ്ഞു. എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. മോഷൻ പോകാൻ വേണ്ടി മാത്രം രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് മോഷൻ അതും ബൈ സ്റ്റാൻഡ് നിന്നിട്ടായിരുന്നു. എല്ലാം ഭക്ഷണം കഴിക്കുന്നത് ഒരു കൈ തലയ്ക്ക് താങ്ങ് കൊടുത്തിട്ട് കിടന്നിട്ട് ഒരു കൈ കൊണ്ട് കഴിക്കില്ലായിരുന്നു. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും അത് കാണുമ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ എന്തോ എനിക്കൊരു ക്ഷമ പഠിച്ചോ എനിക്ക് തന്നു. നമ്മൾ പറയുമ്പോൾ എല്ലാം ഈസി ആയിരിക്കും, നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും 6th മന്ത് കഴിഞ്ഞു. 6th മന്ത് പകുതി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നീ വീട്ടിൽ പോക്കോ, ഇതുപോലെ വീട്ടിലും നിന്നാൽ മതി എന്ന് പറഞ്ഞു. എന്തോ പഠിച്ചോണ്ട കാരുണ്യം കൊണ്ട് എൻ്റെ ഉമ്മയൊക്കെ നല്ല 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 രീതിയിൽ എനിക്ക് വേണ്ടി ഒരുപക്ഷെ ഞാനാണ് കുട്ടീനെ വയറ്റിൽ ചുമന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ആ ടൈമിൽ ഇടയ്ക്കൊക്കെ വന്നു പോകും, ആനിവേഴ്സറിൻ്റെ സമയത്തൊക്കെ വന്നു പോയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. 6th മന്ത് കംപ്ലീറ്റ് ആയി. 7th മന്ത് പകുതി ആയപ്പോൾ 28 വീക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, 28 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു 28 ആഴ്ചയെങ്കിലും കഴിഞ്ഞ് നമുക്ക് ബേബിനെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അന്ന് മുതൽ പ്ലാൻ ഇട്ടു. ലൈക്ക് എനിക്ക് ബേബി ഷവർ നടത്തണം, എനിക്ക് ഫോട്ടോഷൂട്ട് നടത്തണം, അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞു. 28 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ 32 ആഴ്ചയാണ്. അങ്ങനെ എല്ലാവർക്കും ഉള്ളതായി എത്രത്തോളം നമ്മുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കുന്നു അത്രത്തോളം നമുക്കത് നല്ലതായിരിക്കും എന്നുള്ള. പിന്നെ ഈ സ്റ്റിച്ചിട്ട ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് ആ കിടന്ന് അത്രയും മാസങ്ങൾ ഞാൻ റെസ്റ്റ് എടുത്ത് എനിക്കെല്ലാം കൂടെ പെയിനും കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അങ്ങനെ 9th മന്ത് സ്റ്റാർട്ടായി. എൻ്റെ വയറ് കാണാൻ ചടങ്ങുണ്ടായിരുന്നു. ഞാനൊരു ഫോട്ടോഷൂട്ടൊക്കെ എല്ലാം നടത്തി. ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് എല്ലാം നടത്തി. അങ്ങനെ എനിക്ക് 36 വീക്ക് കംപ്ലീറ്റ് ആയ സമയത്ത് എനിക്ക് ചെറിയൊരു ചുമ വന്നത് പണി കിട്ടി എന്ന് പറഞ്ഞ പോലെ എനിക്ക് അപ്പം തന്നെ ഉറപ്പായിരുന്നു ഓക്കെ ബേബി വരാൻ പോവാണ്. അന്ന് ഞങ്ങൾ രാവിലൊക്കെ മുതൽ എനിക്ക് ബേബിൻ്റെ അനക്കം ചെറുതായിട്ട് കുറവുള്ള പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു 36 വീക്ക് കംപ്ലീറ്റ് ആയാലും നമുക്ക് സ്റ്റിച്ച് എടുത്ത് വിടാമെന്ന്.
എനിക്ക് ഓരോരുത്തർ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്, സ്റ്റിച്ച് എടുക്കുന്നത് നല്ല പെയിൻഫുൾ ആണ്, എന്നാലും നോക്കാം, അത്രയും ആവില്ലല്ലോ. കാരണം DNC എന്നെ ചെയ്യുന്ന സമയത്ത് ചില ഹോസ്പിറ്റലിൽ DNC ചെയ്യുമ്പം അത് ചെയ്യില്ല, ധരിപ്പിക്കില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓക്കെ ലെറ്റ് സീ എന്നുള്ള രീതിയിൽ നിന്നു. പക്ഷെ സഹിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഒരു ബേബിനെ കിട്ടാനില്ല, അതിനും വലിയ പെയിനാണ് നമുക്ക് പ്രസവവേദന എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞ് എനിക്ക് ഇതൊക്കെ ഡൈലേഷനൊക്കെ ആവാൻ തുടങ്ങി, 1-2 സെൻറ്റിമീറ്റർ അങ്ങനെ ഡൈലേഷനൊക്കെ ആവാൻ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചുമക്കും തോറും എനിക്ക് വയറ് മേലോട്ട് കയറി വന്നു. എനിക്ക് പിന്നെ ഈ ഭാഗത്തായിട്ട് ഭയങ്കര പെയിൻ വരാൻ തുടങ്ങി. ബേബിക്ക് മൂവ്മെൻറ്റ്സ് കുറവാണ്, എനിക്ക് അവൻ്റെ കിക്കൊന്നും കിട്ടാതായി. അപ്പം ചിലർ എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു നമുക്ക് ഡെലിവറി അടുത്ത് വരുമ്പം മൂവ്മെൻറ്റ്സ് കുറയും. പക്ഷേ എനിക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂറിലൊരു കിക്കൊക്കെ കിട്ടി അങ്ങനെ കുറഞ്ഞു വന്നു. അപ്പോൾ ഡോക്ടർക്ക് ഡൗട്ട് വന്നിട്ട് ഗ്ലൂക്കോസ് കയറ്റി നോക്കി, മധുരമുള്ളത് കഴിക്കാൻ പറഞ്ഞു നോക്കി, ഒന്നും എനിക്ക് ഇവൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടിയില്ല. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് C-സെക്ഷൻ ചെയ്യാമെന്ന്. അതെനിക്ക് ഒരുപാട് സങ്കടം വന്നു. കാരണം സ്റ്റിച്ച് എടുത്തതും വേറെയുള്ള പെയിനും എല്ലാം ഞാൻ അനുഭവിച്ച് അവസാനം വെച്ച് C-സെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ശരി സാരമില്ല, നമുക്ക് കുട്ടീനെ നല്ല രീതിയിൽ കിട്ടണ്ടേ, ഞാൻ പെട്ടെന്ന് ഓക്കെ പറയുക തന്നെയായിരുന്നു. കാരണം എൻ്റെ ഒരു ഇതുകൊണ്ട് ഇപ്പം ഇക്കായാലും പെട്ടെന്ന് പുറത്തുനിന്ന് സൈൻ ചെയ്ത് കൊടുത്തു. C-സെക്ഷന് കയറ്റുന്ന സമയത്ത് വയറ് കഴുകാനും ഇതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇത് എമർജൻസി C-സെക്ഷൻ ആയിരുന്നു. അങ്ങനെ എനിക്ക് അവർ ഇഞ്ചക്ഷൻ വെച്ചു, എനിക്ക് തരിക്കുന്നില്ലായിരുന്നു. അവർ കാല് തൊട്ട് നോക്കും, എനിക്ക് എല്ലാം അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ മുഴുവനായിട്ട് എനിക്ക് അനസ്തേഷ്യ തന്നിട്ടാണ് മോനെ പുറത്തെടുത്തത്. സാധാരണ C-സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളെ എടുക്കുന്നതും അവർ കരയുന്നത് കുട്ടീനെ നമുക്ക് കാണിച്ചൊക്കെ തരും. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അനസ്തേഷ്യ തന്നാണ് C-സെക്ഷൻ ചെയ്തത്. പക്ഷേ അതിനേക്കാളും ഞാൻ സ്ട്രഗിൾ ചെയ്തത് ആഫ്റ്റർ ഡെലിവറി ആയിരുന്നു. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വയറ് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ ആ ഛർദ്ദിച്ചത് ലങ്സിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിട്ടിട്ടാണ് പുറത്തോട്ട് ഈ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം പുറത്തെടുത്തത്. അപ്പോൾ എനിക്ക് അപ്പോഴൊന്നും അത് മനസ്സിലാവുന്നില്ല. ഞാൻ ICUയിൽ ഒബ്സർവേഷനിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് മൂക്കിൽ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഫുഡ് വന്നപ്പോൾ ഞങ്ങളത് എടുത്തിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ 1-2 ദിവസം ബുദ്ധിമുട്ട്, 1-2 ദിവസമൊന്നുമല്ല, ഓൾമോസ്റ്റ് 10 days ഞാൻ വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ഞാനിങ്ങനെ പെടയായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉമ്മാക്കും എൻ്റെ ഹസ്ബൻഡിനും ഉമ്മയൊക്കെ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതും കടന്നുപോയി. ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ഫ്രീ ആവുമെന്ന് പറഞ്ഞു, അതും അതിൻ്റെ ഇടയിൽ കടന്നുപോയി. ആ സമയത്ത് പോരാത്തിന് എൻ്റെ ചുമ അത് നിന്നില്ല. അതും ഈ ഡെലിവറി ഈ C-സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഈ ചുമ കാരണം ആ സ്റ്റിച്ചും എനിക്ക് വേദന ഉണ്ടായിരുന്നു. എല്ലാം കൂടെ 10 days അതും ഒരു നരകവേദന തന്നെയായിരുന്നു. ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ ഇടയിൽ മോന് ഒരു ഭയങ്കര സന്തോഷം തന്നു, മോനെ കയ്യിൽ കിട്ടിയത്. ഇത് എൻ്റെ ഡെലിവറി സ്റ്റോറി വളരെ ചുരുക്ക രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. ആൻഡ് എനിക്ക് സർവൈക്കൽ സ്റ്റിച്ച് ഇട്ട സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയാണ് അത് ഫോളോ ചെയ്തത്. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് സർവൈക്കൽ സ്റ്റിച്ച് ഇട്ടിട്ടും ബേബി നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. എന്തൊക്കെ ചെയ്യണം, നമുക്ക് പലരും പല രീതിയിലുള്ള അഡ്വൈസ് തരാൻ റെഡി ആയിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ഡോക്ടേഴ്സായിട്ടും എല്ലാം പറഞ്ഞു തരും. പക്ഷെ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ വരുന്ന ഓരോ വീഡിയോസിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇതിനേക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയവരുണ്ടായിരിക്കും, ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയവരുണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ എല്ലാവരും എന്നോട് പറയും, ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3.5 വർഷം കൊണ്ട് നീ 3 പ്രസവം കഴിഞ്ഞു, നിൻ്റെത് 2 DNC കഴിഞ്ഞു, എന്നാലും നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, എന്താ പറയുക, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് പടച്ചോൻ തന്ന ഒരു നിധിയാണ് എൻ്റെ മോനെ. ജുവാൻ ഇബാദ് മുന്നു എന്നാണ് വിളിക്കുന്നത്. അവരെ ഞാൻ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മനസ്സുള്ളവർക്കാണ് നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നല്ല ആരോഗ്യമാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത്. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.